വലത് കാല് വെച്ചിറങ്ങും. എത്രയായി? 20. ഓട്ടോയുടെ വിലയല്ല ചോദിച്ചത്, മീറ്ററിന്റെ ചാർജ് പറഞ്ഞ. ഇത് അവരുടെ വീടല്ലേ? എവരുടെ? എന്നെ എറിഞ്ഞ ആ തള്ളയുടെ മോളുടെ വീടല്ലേ? അതെ. അതിനിപ്പോ എന്താ? ഓ അത് ശരി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വലിയ വീടാണ്, വാടക പകുതി ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ വിളിച്ചോണ്ട് വന്നത് ഇങ്ങനെ ഒരു അപകടത്തിലേക്കാണല്ലേ? എന്തപകടം? ആ തള്ള തന്നെ. ഓ തള്ളയാണോ? അത് സാരമില്ല, നമുക്ക് ഒന്നിച്ച് നേരിടാം. ഒന്നിച്ച് നേരിടാൻ? അതെ. എനിക്ക് ഒരു ലൈൻ ഉണ്ടെന്ന് കുട്ടിക്കോ? ക്രോസ് ലൈൻ ആകൂടെ? ഏയ്, ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകനായതുകൊണ്ട് പാരലൽ ലൈനേ ആകൂ. ബാ. മനസ്സിലാകുന്ന ഭാഷ പറയടാ. മനസ്സിലാക്കി തരാം. അവളുടെ അനിയത്തി ലക്ഷ്മി. മനസ്സിലായോ? നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ. എപ്പോഴും സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല ശിവൻ. അതൊക്കെ പോട്ടെ, ആ പെണ്ണിന്റെ അച്ഛൻ എവിടെയില്ലേ? അങ്ങേരെങ്ങാണ്ട് നാട് വിട്ടു പോയതാ. ചത്തുപോയെന്നാ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അതായിരിക്കും ശരി. ആ തള്ളയുടെ സ്വഭാവം അനുസരിച്ച് അയാൾ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആത്മഹത്യ ചെയ്ത് കാണും, അല്ലെങ്കിൽ അവര് തന്നെ എറിഞ്ഞു കൊന്നു കാണും. എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇന്ന് കാണിച്ചത് പരമ ബോറായി പോയി. എന്തോന്നാ ആ പാർവതിയോട് തട്ടിക്കയറിയത്? എടാ, ഒരു പെണ്ണ് സോറി പറയാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. എന്ത് പ്ലാൻ ചെയ്യാൻ? എടാ, എനിക്ക് അവളെ ഫസ്റ്റ് സൈറ്റിലെ ഇഷ്ടപ്പെട്ടതാ, അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് മാത്രമേ നീ പറഞ്ഞോളൂ? എന്തായാലും നിന്റെ ബെസ്റ്റ് ടൈപ്പ്, അല്ലെങ്കിൽ നിന്നെ അവൾ ചെരുപ്പൂരി അടിച്ചേനെ. അത്രയ്ക്ക് ബോറായിരുന്നു? അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. എടാ, ഇനി അവൾ നിന്നെ ജന്മത്തെ തിരിഞ്ഞു നോക്കൂ. ഇനിയിപ്പോ എന്താണൊരു വഴി? എന്തിന്? ഒന്ന് സോറി പറഞ്ഞ് വീണ്ടും ഒരു വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച നടക്കാത്ത വഴിയുണ്ടോ? പക്ഷേ വേണ്ട, നീ ആയതുകൊണ്ട് ശരിയാവില്ല. ഓടാ, നിന്റെ ഒരു പുളു. നീ വിചാരിച്ച ഒരു ചുക്ക് നടക്കത്തില്ല. ഏതേ ഒന്നല്ല, 100 വഴിയുണ്ട്. നിനക്കിന്ന് കാണണോ? ഇന്നോ? എങ്ങനെ? ദേ പ്രേമ, നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ മനുഷ്യനെ മോഹിപ്പിക്കല്ലേ. നടക്കാത്ത കാര്യോ? എടാ, ഒരു ഫ്യൂസ് പോയാ പോലെ. നീ ലൈൻമാൻ അല്ലേ? ഫ്യൂസ് പോയാൽ ലൈൻമാനെ അല്ലാതെ പിന്നെ ആരെ വിളിക്കും? അയ്യോ, നിന്റെ ഒരു ബുദ്ധി. പ്രേമ, നീ ഇപ്പൊ പഴയ ആളല്ലേ കേട്ടോ, സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ ഫ്യൂസ് എങ്ങനെ പോകും? കാറ്റടിച്ച കറണ്ട് പോകുന്നില്ലാതെ ഫ്യൂസ് പോകത്തില്ല. പക്ഷെ ഇവിടെ ഫ്യൂസ് പോകും, പോയിരിക്കും. അതെനിക്ക് വിട്ടേരെ. ഇതാ മില്ലിലെങ്ങാനും കൊടുത്തയച്ചോടമ്മേ. എന്നിട്ട് വേണം ചവറെന്നും പറഞ്ഞ് 2 നുള്ളു കിള്ളി തിന്നിട്ട് 2നും എഴുന്നേറ്റ് പോവാൻ. നീ ഒറ്റയ്ക്ക് പോകുന്ന നല്ലത്. ഒറ്റയ്ക്കാ? അത് ശരിയാവില്ല. ഒരു കുഴപ്പമില്ല, 2 പേരും കൂടെ പോയാൽ ആരെങ്കിലും ഒരാളെ കണ്ടാലോ? ഞാൻ കൂടെ ഉണ്ടെന്ന് വെച്ചോ. എന്നാലും അത് ശരിയാ. ഒരെന്നാലും ഇല്ല. നീ ആ മീറ്ററിന് താഴെയുള്ള മെയിൻ പീസ് യൂരി എടുക്കണം. അതെ, നമുക്കിത് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ ആയപ്പോരെ. അത് വേണ്ട, വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് പേടിയുണ്ട്? പേടിയാ? ഒരു ഫ്യൂസ് ഊരാൻ ഇത്രയ്ക്ക് പേടിയോ? നീ ധൈര്യമായിട്ടില്ലേ? എന്ത് സംഭവിച്ചാലും നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. അമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ ഇറങ്ങി വന്നിട്ട് ശരിയാക്കാം. എനിക്ക് വയ്യ, പാവം പട്ടി അടഞ്ഞ് എന്നെ ഇരിക്കുന്നത്. നീ വേഗം എങ്ങ് വാ, അതിനെ 2 കൊടുക്കണം. കുറെ ദിവസമായിട്ട് നോക്കി വെച്ചിരിക്കായിരുന്നു. ഇന്ന് അതിനെ തക്കത്തിന് കിട്ടി. നോക്കിക്കോ, അതിനെ അടിച്ചെന്ന് ചതയ്ക്കും ഞാൻ. അമ്മയും മോളും അതിനെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് വയ്യ അത് കാണാൻ. അമ്മേ, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. കള്ളപ്പട്ടി ഇപ്പം നോക്കിക്കോ. എവിടെ? അടി എവിടെ?
അമ്മോ അയ്യോ അമ്മോ അയ്യോ 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 പ്രേമ തല്ലല്ലേ ചേച്ചി വല്ലതും പറ്റിയോ? വല്ലതും അല്ലടാ, മൊത്തമായിട്ട് എന്നെ പറ്റി. പട്ടിയെ തല്ലും പോലെ അല്ലടാ എന്നെ അവര് തല്ലിയത്. പട്ടിയാണെന്നാണല്ലോ അവര് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയല്ലേ തല്ലു? നീ നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമവും. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? വേദനയുണ്ടല്ലേ? അയ്യോ, തുണിമുക്കല്ലേ? മഴയും പെയ്യുന്ന. അയ്യോ പുള്ളി, ഇത്ര പെട്ടിയാ? ചൂടുവെള്ളോ? അപ്പോ അടി കിട്ടുന്നതിന് മുമ്പേ നിന്ന് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. അല്ലടാ ദുഷ്ട. അടി ഉറപ്പല്ലേ? ആ തള്ള തല്ലിയത് മനസ്സിലാക്കാം. ഇത് അവളും തല്ലിയടാ. പോട്ടടാ, നീ ഏതായാലും കെട്ടാനുള്ള പെണ്ണല്ലേ അവള്? കെട്ടും കെട്ടും, ഞാനവളെ തട്ടും. നോക്കിക്കോ. അവൾ അറിയാതെ ചെയ്തല്ലേ? എന്തായാലും അവസാനം മുഖം മൂടി പിടിക്കാൻ അവളുടെ ബ്ലൗസ് അല്ലേ ഉപകരിച്ചുള്ളൂ. അതാണടാ സ്ത്രീ ഹൃദയം. എന്തോ എന്റെ മനസ്സ് പറയുന്നു അവളെ നീ തന്നെ കെട്ടുമെന്ന്. ഇത്രയും ത്യാഗമൊന്നും ലോകത്തൊരു കാമുകനും അനുഭവിച്ചു കാണില്ല. നീ കവിയല്ലേ? നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ എഴുതും. നിന്റെ വേദനയും വികാരങ്ങളും ഒക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനെന്തിനാ കൊണ്ടു കൊടുക്കുന്നത്? നമുക്ക് പോസ്റ്റിൽ അയച്ചാ പോരെ? അവൾക്ക് കിട്ടണമെന്നല്ലേ ഉള്ളൂ. അത് മതിയോ? മതി 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 മതി, എങ്കിൽ മതി. ഒരു കത്തുണ്ട്, ലക്ഷ്മിക്കാണ്. നിക്ക്. നിൻ മുലക്കച്ചയിൽ മുഖം ചേർത്തു വച്ചു ഞാൻ ഇന്നലെ രാവിൽ കിടന്നുറങ്ങി. തനിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിടോ ഇതുകൊണ്ട് ഇവിടെ വരാൻ? ഇത് നല്ല കൂത്ത്. അഡ്രസ് എഴുതിയിരിക്കുന്നിടത്ത് കത്ത് കൊണ്ടു കൊടുക്കാൻ നല്ലത്. കത്തിൽ എന്താണെന്ന് ഞാൻ നോക്കേണ്ട കാര്യം എന്താ? പ്രേമചന്ദ്രൻ. എടാ പ്രേമചന്ദ്ര. ശാരദേന്ദു മയൂഖമാലകൾ ചൂടി നിൽക്കുന്ന വാനിലെ താരവൃന്ദങ്ങൾ പൂവിരിച്ചിട്ട ഗാനഗന്ധർവ വേദിയിൽ പോയി വന്നാലോ ഓമലെ പ്രേമഭാവന തീർത്ത തോണിയിൽ. ഈ കവിത ആരെഴുതിയതാണ് സർ? ഈ കവിത എഴുതിയത് മഹാകവി പ്രേമചന്ദ്രൻ, അതായത് ഞാൻ. അവന്റെ ഒരു കവിത പഠിപ്പിക്കാൻ നടക്കുന്നു കോരങ്ങൻ. വല്ല പാറമടയിലും കല്ലൊടിക്കാൻ പോടാ. പാടി ഇവിടുത്തെ പഠിത്തം മതി. നടക്കടി വീട്ടിലേക്ക്. എന്താ സുഭദ്രാമേ, എന്താ ഇവിടെ പ്രശ്നം? തിരുമേനി വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് മാത്രമാണ് നല്ല മാർക്കുണ്ടായിട്ടും ടൗണിലെ കോളേജിൽ നിന്ന് കാർഡ് വന്നിട്ടും അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എന്റെ 2 പിള്ളേരെ ഇവിടെ ചേർത്ത്. അതിനിപ്പോ എന്താ സംഭവിച്ചേ? എന്ത് സംഭവിക്കണം? ഇവനെ പോലുള്ള കോന്തന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നെങ്കില് പിള്ളേരെ പറ്റി ദണ്ണമുള്ള അച്ഛനമ്മമാരോ നീ കോളേജിന് തീ വയ്ക്കും. എന്താ കാര്യം എന്ന് തുറന്നു പറയൂ സുഭദ്രാമേ. ഈ കൊരങ്ങൻ എന്റെ മോളെ കുറിച്ച് കവിത എഴുതി അയച്ചിരിക്കുന്നു എന്റെ വീട്ടിലേക്ക്. ഇവരൊക്കെയാണ് ഇവിടുത്തെ വാദ്യമാരെങ്കില് എന്റെ മക്കൾ ഇവിടെ പഠിക്കണ്ട. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും പോവാം. സുഭദ്രാമ വരൂ. ഞാനാ വിളിക്കണേ, വരൂ.